നമസ്കാരം. കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട്. തൃശ്ശൂരിൽ മിന്നുന്ന വിജയമാണ് അദ്ദേഹം നേടി. BJP-യെ കേരളത്തിൽ ലോക്സഭ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്നാണ് അറിയുന്നത്. മിന്നും ജയത്തിൽ അർഹമായിട്ടുള്ള പരിഗണന കിട്ടിയില്ല എന്നുള്ള സൂചനകൾ കൂടി താരത്തോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിക്കുമ്പോൾ പറയുന്നുമുണ്ട്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുന്നത്. ആ അക്കൗണ്ട് തുറന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതല ഇല്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. ഒപ്പം സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയത്തിൽ സഹമന്ത്രി സ്ഥാനത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുള്ള മറുപടിയായിട്ട് ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ LDF-നെയും UDF-നെയും തറപറ്റിച്ച് നേടിയ വിജയത്തിൻ്റെ മാധുര്യത്തിൽ കല്ലുകടി ആവുകയാണ് സുരേഷ് ഗോപിയുടെ അതൃപ്തി എന്ന് പറയപ്പെടുന്നത്. അതേസമയം സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്ക് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ കിട്ടിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ അഭിനയിക്കുവാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയത് എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം നൽകുന്ന സൂചനകൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കേരളത്തിന് 2 സഹമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ജോർജ് കുര്യനും സത്യവാചകം ചൊല്ലി അധികാരമേറ്റത്. സത്യപ്രതിജ്ഞ ചെയ്യും വരെ പദവി രഹസ്യമായിരുന്നു എന്നുള്ളതാണ്. മോദി വിളിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ദില്ലിയിലെത്തിയത് എന്നുള്ളതാണ്. രാവിലെ ദില്ലിയിലെ കേരള ഹൗസിലെത്തിയ ജോർജ് കുര്യൻ വിവരം രഹസ്യമാക്കി വയ്ക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷം പിന്നാലെയുമാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ആ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു വലിയ നേട്ടമുണ്ടായി. കിട്ടിയ പിന്തുണ, ആ പിന്തുണയ്ക്കുള്ള മറുപടിയായിട്ടാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. മണിപ്പൂർ സംഭവത്തിന് പിന്നാലെ അകന്നു നിൽക്കപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളോട് വീണ്ടും ഒന്ന് അടുക്കുവാനുള്ള ശ്രമം അതുകൂടിയാണ് BJP ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ. രാജ്യമാകെയുള്ള ക്രിസ്ത്യൻ നേതാക്കളുമായുള്ള ബന്ധവും അദ്ദേഹത്തിന് അതിൻ്റെ മുതൽക്കൂട്ടായി. രാജഗോപാലിൻ്റെ OST ആയി പ്രവർത്തിച്ചിരുന്ന അനുഭവ സമ്പത്തും ജോർജ് കുര്യൻ ഇതിനോടൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിയോഗിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തപ്പെടുമ്പോൾ ക്യാബിനറ്റ് പദവിയാണ് മോഹിച്ചിരുന്നത് അല്ലെങ്കിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അത് ലഭിച്ചില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപിയെ അങ്ങനെ നമുക്ക് വേറൊരു തരത്തിൽ കാണാൻ കഴിയില്ല. സുരേഷ് ഗോപി അർഹമായ സ്ഥാനത്തേക്ക് എത്തുക തന്നെ ചെയ്യും, അതിന് തടസ്സമില്ല. ഇപ്പോൾ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹം വഹിക്കുന്നത്. അതിനുള്ള കാരണമായി പറയുവാനുള്ളത്, അദ്ദേഹം 4ഓളം സിനിമകൾ ഇപ്പോൾ തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 കോടിയോളം വരുന്ന രൂപയുമായി നിർമ്മാണ ചിലവുകളുള്ള സിനിമകളിലാണ് അദ്ദേഹം അഭിനയിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പോലും ഒരു പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുപോലും അദ്ദേഹം കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 സിനിമകൾ പൂർത്തിയാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുമ്പിലെ ഭഗീരഥ പ്രയത്നമാണ്. അത് പൂർത്തിയായാൽ മാത്രമേ അദ്ദേഹത്തിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. അതേസമയം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവുകയാണെങ്കിൽ ഈ പദവികളിലേക്കൊന്നും അല്ലെങ്കിൽ ഈ സിനിമകളുടെ പൂർത്തീകരണത്തിലേക്കൊന്നും അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല. അതപ്പോൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിന് തുല്യമായും ആകും. അത് ചെയ്യാൻ അങ്ങനെ വഞ്ചനാപരമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുവാൻ സുരേഷ് ഗോപി തയ്യാറാകാത്തത് കൊണ്ടാണ് അദ്ദേഹം സഹമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 2 വർഷത്തിന് ശേഷം അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിലേക്ക് തിരികെ എത്തുകയും ചെയ്യും. ഒപ്പം ഇപ്പോൾ സഹമന്ത്രി സ്ഥാനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും ആ 1 വർഷത്തിനകം അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും സഹമന്ത്രി സ്ഥാനത്തിൽ നിന്നും അദ്ദേഹം ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ളവർക്ക് വാക്ക് പറഞ്ഞിട്ടുള്ള 4 സിനിമകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. 24 മണിക്കൂറും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലാണെങ്കിൽ 24 മണിക്കൂറും അതുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായ കാര്യത്തിൻ്റെ പുറത്താണ് സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ 2 വർഷത്തിന് അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.